ഓർക്ക് നിസ്കരിക്കാൻ പറ്റൂല, ഓർക്ക് നോക്കാൻ പറ്റൂല, ഓരെ കൂട്ടാൻ പറ്റൂല. ഇത് എവിടുന്ന് പഠിച്ചതാ കൂട്ടരെ നിങ്ങൾ? ഏത് നീതിയായി? പള്ളി കമ്മിറ്റിയിൽ കൂട്ടാൻ പാടില്ല, മദ്രസ കമ്മിറ്റിയിൽ കൂട്ടാൻ പാടില്ല. പോട്ടെ, എന്നാ ഞാൻ ഇതിനൊക്കെ ഇറങ്ങിക്കൊടുത്ത് ഞങ്ങൾ വേറെ പോയി വേറെ ഉണ്ടായിക്കോളാന്ന് പറഞ്ഞാലോ? അതിന് നിങ്ങളെ സമ്മതിക്കൂല. വേറെ ഉണ്ടാക്കാനും നിങ്ങളെ സമ്മതിക്കൂല. എത്ര സ്ഥലത്താണ് പരാതി കിടക്കുന്നത്? പള്ളി ഉണ്ടാക്കുന്നവരെ, മദ്രസ ഉണ്ടാക്കുന്നവരെ എത്ര സ്ഥലത്താ കൂട്ടാൻ പറ്റൂല എന്ന് അപ്പൊ ഒന്നാഴ്ച അയച്ച കണ്ടതിനെ ചാടി പറഞ്ഞു. ജമാഅത്തിന്റെ പ്രതിനിധികൾ പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, ഈ പള്ളി ഏകദേശം ആരംഭിച്ച് ഒരുപാട് കാലമായി, വർഷങ്ങളോളം ഇവിടെ ഉക്രിയായി സേവനമനുഷ്ഠിക്കുന്ന ഒരു പണ്ഡിതൻ, അദ്ദേഹം ഇവിടെ പുത്തുപോകാറുണ്ട്, പ്രാർത്ഥനകളിൽ നേതൃത്വം നൽകാറുണ്ട്, എല്ലാത്തിനും ഉണ്ടാകാറുള്ളതാ. അദ്ദേഹം നിർവഹിക്കട്ടെ. അദ്ദേഹത്തിന് സുഖമില്ലാതെ വരുമ്പോൾ അദ്ദേഹത്തിന് മക്കളെ ഏൽപ്പിക്കാറുണ്ട്, അവരൊക്കെ നിർവഹിക്കട്ടെ. ആ രൂപത്തിൽ ഉണ്ടാകുകയാണെങ്കിൽ എന്താണെങ്കിലും പള്ളിയിൽ ജുമാ മുടങ്ങാതെ പോകാമല്ലോ എന്ന് പറഞ്ഞപ്പോൾ അതിൽ മറുവശത്തുള്ള ഒരു പണ്ഡിതൻ എന്ന് പറയുന്ന മനുഷ്യൻ പറയുന്നത്, അത് വ്യക്തിപരമായിട്ട് ഞങ്ങൾക്ക് അവരോട് വിരോധമൊന്നുമില്ല, പക്ഷെ അവർ ഏൽപ്പിക്കാരതോട് സമ്മതിക്കാൻ പറ്റൂല. ഈ ഒരൊറ്റ വാക്കിലാണ്. അപ്പൊ നിങ്ങൾക്ക് പാർട്ടിയാണ് പ്രശ്നം, ആരാധനയല്ല. ഇതിന് എനിക്ക് നിൽക്കാൻ സമയമില്ല, ഏറ്റെടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞ് ആർഡിയോ എഡിറ്റ് പോവുക ചെയ്തത്. ആരാ പള്ളി പൊട്ടിച്ചു? ആരാ പള്ളി പൊട്ടിച്ചത്? മറുപടി പറയണ്ട. ഇത് ഇവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥന്മാരോ മാന്യമായി ഞങ്ങൾക്ക് പറയാനുണ്ട്, മാന്യമായ ഭാഷയിൽ പോലീസ് ഉദ്യോഗസ്ഥരോട് ഞങ്ങൾക്ക് പറയാനുണ്ട്. AP വിഭാഗം ഇവിടെ അക്രമത്തിന് കൂട്ടുനിൽക്കുന്നവരല്ല, അക്രമം നടത്തുന്നവരല്ല. കഴിഞ്ഞ കാലങ്ങളിൽ ഈ കേരളത്തിൽ ഞങ്ങളുടെ പ്രിയപ്പെട്ട 7 പ്രവർത്തകരെ നിഷ്ഠൂരമായി കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതേ മുടിക്കോടടുത്ത് ആമക്കാട് കുട്ടിക്ക് വെള്ളിയാഴ്ച കാലത്ത് വീട്ടിലേക്ക് മാംസം വാങ്ങി പോകുമ്പോ പിന്നിലൂടെ വന്ന് തേങ്ങ പൊളിക്കുന്ന കമ്പിപ്പാറ കൊണ്ട് തലക്കടിച്ച് കൊന്നത് ആരായെന്ന് പോലീസ് റിക്കാർഡുകൾ പരിശോധിച്ചു. ഒരു മനുഷ്യന്, ഒരു മുഖ്യനായ മനുഷ്യനെ ബോധപൂർവ്വം ഒരാൾ കൊന്നുകളഞ്ഞാൽ അവനുള്ള പ്രതിഫലം നരകമാണ്. വളവില്ലാതെ തിരിവില്ലാതെ കൃത്യമായി അല്ലാഹു തആലയാണ് പറഞ്ഞതാ. അതുകൊണ്ട് ഞങ്ങൾക്ക് ഭരണവിശ്വാസമുള്ളത് കൊണ്ട് ഞങ്ങളുടെ കൈകൊണ്ട് മുഅ്മിനാണെന്ന് പറയപ്പെടുന്ന ഒരാളും മരിച്ചു പോകരുത് ഞങ്ങൾക്ക് നിർബന്ധമുണ്ട്. അല്ലാതെ 7 എണ്ണം കൊന്നപ്പോ 2 എണ്ണത്തിന് തിരിച്ചുവല്ലാൻ ഞങ്ങൾക്ക് കഴിയായിട്ടൊന്നുമില്ല. മുത്തവൽ ഡിഗ്രി കഴിഞ്ഞിട്ടുള്ള, മുത്തവൽ ബിരുദം വാങ്ങിയിട്ടുള്ള സുന്നിയായ മുഴുവൻ പണ്ഡിതന്മാരെയും ലിസ്റ്റ് ചെയ്ത് ഒരു തെരഞ്ഞെടുപ്പ് നടത്തിയ തീരുമാനമാകുമെന്ന് പറഞ്ഞപ്പോ മറ്റേ പുറത്തിരിക്കുന്ന പൂക്കോട്ടൂരി പറഞ്ഞത് അത് മുസാവറപ്പുള്ള മുസാവർ അംഗീകരിച്ചുകൊണ്ട് വരുന്ന ആൾക്കാരെ മെമ്പർമാരാകുള്ളൂ. അതിനിപ്പുള്ള മുസാവർക്ക് അതിന് നിയമസൗകര്യം വേണ്ടേ? അവസാനം CI സാറുടെയും ബന്ധപ്പെട്ടവരുടെയും നേതൃത്വത്തിൽ ഇലക്ഷൻ നടന്നു. ഇലക്ഷൻ നടന്നപ്പോൾ EK വിഭാഗത്തിന് 36 വോട്ടും സുന്നി വിഭാഗത്തിന് 126 വോട്ടും കിട്ടിയിട്ടാണ് അവിടെ കമ്മിറ്റി നിലവിൽ വന്നത്. ആ കമ്മിറ്റി 5 മാസം പ്രവർത്തിച്ചപ്പോഴേക്ക് ഇല്ലാത്ത കാരണം പറഞ്ഞ് ആ കമ്മിറ്റിയെ വഖഫ് ബോർഡിനെ കൊണ്ട് പിരിച്ചു. ഉന്നത്തിമാറ്റിലെ 2 പ്രവർത്തകർ, ആ പ്രവർത്തകരെ 11 പേര് കൂടി വലിച്ചഴച്ച് കൊണ്ടുപോയി ക്രൂരമായി അടിച്ച് മർദ്ദിച്ച് അവരെ കൊല ചെയ്യാനുള്ള രൂപത്തിലുള്ള ശ്രമങ്ങൾ നടന്ന് ആ പ്രവർത്തകർ ജീവൻ രക്ഷപ്പെട്ടു ഓടിയതാണ്. അതിന്റെ തുടർന്നാണ് വീണ്ടും അവർ വന്നിട്ട് ടൗണിലെ അങ്ങാടിയിലേക്ക് സംഘടന ഉണ്ടാകുന്നത്. ആ സംഘടനയുടെ വാക്കിയാണ് പള്ളിയിൽ വന്നത്. പള്ളിയിൽ വരുമ്പോൾ വലിയ പരാതി കാവലർക്ക് തല്ലിപ്പിന്നാണ്. ഇരിക്കേണ്ടടുത്ത് താനിരിക്കാഞ്ഞാൽ താനിരിക്കേണ്ടടുത്ത് ഡാഷ് ഇരിക്കും എന്നാണ്. ഇത് കാവലിനെ മനസ്സിലാക്കണം. ഒരു മഹലിലെ കാവി ആ മഹലിൽ ചിത്രതയും ഫസാദും വഴക്കും ഉണ്ടാക്കാൻ നേതൃത്വം കൊടുക്കേണ്ടവൻ അല്ല. ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് 3 കാലുകൾ 2 നരകത്തിലേക്കും 1 സ്വർഗ്ഗത്തിലേക്കും. ഇവനെ ഇത് പഠിക്കണം. എന്തെങ്കിലും പറഞ്ഞാൽ 1 മാസം കൊണ്ട് ആ കുടുംബത്തിന് ഞാൻ അല്ലാതെയാക്കും. അതിനുള്ള പണി നമുക്കറിയാം. കേട്ടോ, ഇത് പങ്ങാടി കൂടി പാനത്തെ പണി മറന്നു.
വിദ്വായത്വം പറയാൻ പണ്ഡിതന്മാർ മെനക്കരുത്. ഇതാ ഞാൻ പറയുന്നത്. വിദ്വായത്വം പറയാൻ പണ്ഡിതന്മാർ മെനക്കരുത്. ഞങ്ങളുടെ സ്ഥാനം എന്താണ്, തങ്ങളുടെ ഉത്തരവാദിത്വം എന്താണ്, തങ്ങളുടെ ബാധ്യത എന്താണ് എന്ന് ആലോചിച്ച് ഈ സമൂഹത്തിനെ ഒന്നിച്ചു നിർത്താനുള്ള പ്രവർത്തനം. അല്ലെങ്കിൽ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ മിൻ ഇന്ദിഹിം തഖ്റുജുൽ ഫിത്ന വൈരഹിം തഹൂദി എന്ന കൂട്ടത്തിൽ നിങ്ങൾ പെട്ടുപോകും, അല്ലെങ്കിൽ പെട്ടുപോയിട്ടുണ്ട്. ഇത് മനസ്സിലാക്കണം. അതുകൊണ്ട് ഞങ്ങൾ ഇപ്പോഴും ആവശ്യപ്പെടുന്നത് മണിക്കൂറുള്ള പള്ളി തുറന്ന് അവിടെ ജുമുഅയും ഇബാദത്തും നടക്കണം. അതിനാ പള്ളിയുടെ നിർമ്മാണത്തിനും സംരക്ഷണത്തിനും ഇന്നേവരെ ഒരു പ്രശ്നവുമില്ലാതെ യോജിച്ച് പ്രവർത്തിച്ചു പോന്ന ആ നാട്ടിലെ മുഴുവൻ സുന്നികളെയും ഉൾപ്പെടുത്തി അതിൽ നിന്നുള്ള പ്രതീതികളായിട്ട് പള്ളിക്ക് കമ്മിറ്റി ഉണ്ടാക്കണം. ഒരു വിഭാഗത്തെ മാറ്റി ഈ വിഭാഗത്തെ മാറ്റിവെക്കാൻ ഞങ്ങൾ പറയുന്നില്ല. ഈ കെ വിഭാഗം ആ പള്ളി ഉണ്ടാക്കാൻ സഹകരിച്ചിട്ടുണ്ട്. ആ പള്ളിയുടെ നിർമ്മാണത്തിൽ അവർക്ക് പങ്കുണ്ട്, ആ പള്ളിയുടെ പരിപാലനത്തിൽ പങ്കുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് അവരെ മാറ്റി നിർത്താൻ നമ്മൾക്ക് അഭിപ്രായമില്ല. ആ നാട്ടിലുള്ള സുന്നികൾക്ക് മുഴുവൻ പാഠപത്രം നൽകി പള്ളിക്ക് കമ്മിറ്റി ഉണ്ടാക്കണം. ഞങ്ങളുടെ പരസ്പരങ്ങൾ നിങ്ങൾ പരീക്ഷിച്ചിട്ടുണ്ട്. പക്ഷേ നിങ്ങളെപ്പോലെ പ്രതികരിക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല. ഞാൻ തീർത്ത് പറയാം. കാരണം ഞങ്ങൾക്കൊന്ന് അപ്പുറത്തേക്ക് ആലോചിക്കേണ്ടതുണ്ട്. ഞങ്ങൾക്കൊന്ന് അപ്പുറം കൂടി 24 മണിക്കൂർ കൊണ്ട് തീർക്കാം. ആരുടെക്ക് വേണ്ടി ആരുടെ സമ്മർദ്ദത്തിലാണ് അദ്ദേഹം അങ്ങനെ പ്രവർത്തിക്കാത്തതെന്ന് എനിക്കറിയില്ല. സ്വന്തം മണികളോട് പള്ളികളിലും അക്രമം നടത്തരുത്. അതുപോലെ വെറുതെ സാധുക്കളായ ഒന്നും അറിയാത്ത പ്രവർത്തകരെ ദീനിന്റെ ആളുകളെ തച്ച് കുഴപ്പമുണ്ടാക്കണ്ട എന്ന് ഒറ്റ പറച്ചിൽ പറയാം. പുതിയതായി സംസ്ഥയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടു എന്ന് പറയുന്നത് തങ്ങളും അദ്ദേഹം കാന്തസ്ഥലത്തൊക്കെ നേതാക്കന്മാരോട് പറഞ്ഞ് നമ്മക്കൊന്ന് കൂടിയിരിക്കണം, ആക്കണം. പക്ഷെ കൂടിയിരിക്കാൻ താഴത്തുള്ളവനയക്കണ്ടേ, താഴെയുള്ളവനയക്കണ്ടേ? വാലാണ് നിയന്ത്രിക്കുന്നത് തലയെ. ഈ അവസ്ഥയാണ് ഇരിക്കുന്നത്. ഞാൻ അതുകൊണ്ട് ഓർമ്മപ്പെടുത്തുന്നത്, ഞങ്ങൾ അടിച്ചൊരുക്കാമെന്ന ധാരണ ഉണ്ടെങ്കിൽ അത് നടക്കാൻ പോകുന്ന കാര്യം. ബിസ്മില്ലാഹ് അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഏറ്റവും സ്നേഹം നിറഞ്ഞ സാദാത്യങ്ങളെ, പണ്ഡിതന്മാരെ, മുതഅല്ലിമീങ്ങളെ, നേതാക്കളെ, വളരെ വേദനയോടുകൂടെയാണ് ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങളോട് പറയുന്നത്. സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത ഒരു കാര്യമാണ് എന്റെ മഹല്ലായ മുടിക്കോട് നടന്നിട്ടുള്ളത്. അതിന് തീർത്തും ഉത്തരവാദികൾ ചേളാരി വിഭാഗമാണ്, ഈറ്റോ വിഭാഗമാണ് എന്ന് വിശദമായി പറയുകയാണെങ്കിൽ നിങ്ങൾക്കെല്ലാവർക്കും ബോധ്യപ്പെടും. ഇപ്പോൾ റഹീം സാഹിബ് പറഞ്ഞ കാര്യത്തിൽ നിന്ന് തന്നെ ഏകദേശം ചിത്രം നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷേ സമയത്തിന്റെ ദൗർലഭ്യമുണ്ട്. ഞാൻ വിശദത്തിലേക്ക് കടക്കുന്നില്ല, അതിനുള്ള സമയമില്ലല്ലോ. ഒന്ന് രണ്ട് വാക്കുകൾ മാത്രം ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. വളരെ ഐക്യത്തോടുകൂടെ നല്ല നേതാക്കത്തിന്റെ അവരെ നിയന്ത്രിക്കുന്ന, അവരെ നിർദ്ദേശിക്കുന്ന ആളുകളായ മുസ്ലിം ലീഗുകാർക്ക് അന്ന് അവിടെ മണൽ യൂണിയനില്ല. അന്ന് INDC-യും അതുപോലെ CIT-യും ഇങ്ങനെ മാർക്സിസ്റ്റ് പാർട്ടിയുടെയും കോൺഗ്രസ് പാർട്ടിയുടെയും 2 യൂണിയനാണ് അവിടെ മണൽ തൊഴിലാളികളായി ഉള്ളത്. ഈ 2 യൂണിയനുകളും കൂടിയിട്ടാണ് 200ഓളം ലോഡ് മണല് ആ പള്ളിക്ക് വേണ്ടി സംഭാവന ചെയ്യുന്നത്. 10 പൈസ അവർ ആ വകയിൽ ഈടാക്കിയിട്ടില്ല. അവരൊക്കെ ഇന്നും അന്നും AP വിഭാഗത്തിന്റെ കൂടെ സത്യം മനസ്സിലാക്കി നിലകൊള്ളുന്ന ആളുകളാണ്. ഇത് ഞാൻ പറഞ്ഞതൊരു ഉദാഹരണമാണ്. ബാക്കിയുള്ള ഒക്കെ ഇതിനോട് താരതമ്യം നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. ആദ്യമായി ആ പള്ളി പുനർനിർമ്മിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ആ പള്ളിക്ക് 25,000 ഉറുപ്പിക അന്ന് 1985 അതിന്റെ മുമ്പോ സംഭാവന ചെയ്യുന്നത് ഞങ്ങളുടെ ഒരാളാണ്. അദ്ദേഹം പക്ഷെ മരണപ്പെട്ടു പോയിട്ടുണ്ട്. ഇപ്പോൾ അദ്ദേഹത്തിന്റെ മകൻ നമ്മുടെ കൂടെ സജീവമായി ഉണ്ട്. ഇങ്ങനെ തുടക്കം കൊടുത്തതായ മുടിക്കോട് ജുമാഅത്ത് പള്ളി അത് വളരെ ഐക്യത്തോടുകൂടെ നല്ല നിലത്തിൽ അവിടെ ഒരു ദർസുമൊക്കെ സ്ഥാപിച്ചുകൊണ്ട് നടക്കുകയായിരുന്നു. അങ്ങനെ 2014 ജനറൽ ബോഡി കൂടിയപ്പോൾ നമുക്കങ്ങനെ സംയുക്തമായി ഒത്തൊരുമിച്ച് പോകാം എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ആ ജനറൽ ബോഡിയിൽ 33 അംഗ കമ്മിറ്റിയാണ് അതുവരെ ഉണ്ടായിരുന്നത്. ആ സമയത്ത് നിലവിലുള്ളത് 33 അംഗ കമ്മിറ്റിയാണ്. ഇനി നമുക്ക് സംയുക്തമായി
ഒത്തൊരുമിച്ച് രണ്ടു കൂട്ടർക്കും തുല്യമായ പദവിയോടുകൂടെയാവാം എന്ന് പറഞ്ഞു ജനബോഡി നടന്ന്, ഞാൻ ഒന്നുകൂടെ പറയട്ടെ, ജനബോഡി നടന്ന് പിറ്റേ വെള്ളിയാഴ്ച വരെ അത് പിരിച്ചുവിട്ടു എന്ന് പറയുന്ന ആ ദിവസം പരിസര മഹല്ലുകളിൽ നിന്ന് ഒരുപാട് ഗുണ്ടകളെ ഇവർ പള്ളിയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. എന്തിനാണ് നാട്ടിലൊരു കമ്മിറ്റി ഉണ്ടാക്കാൻ പരിസരത്തു നിന്നുള്ള ആളുകളെ കൊണ്ടുവരുന്നത്? അതിനുശേഷം നമ്മൾ ക്ഷമിച്ചു. അതിനുശേഷം പരിസര മഹല്ലുകളിൽ നിന്ന് കൊട്ടേഷൻ നൽകിയിട്ട് മുടിക്കോടിലേക്ക് ആളെ കൊണ്ടുവന്നിട്ട് നമ്മുടെ ആളുകളെ അടിച്ചും വെട്ടിയും പരിക്കേൽപ്പിച്ചിട്ടുണ്ട്. അതിന് പറയപ്പെടുന്നു, എനിക്കറിയില്ല, 4 ലക്ഷം രൂപയാണ് കൊട്ടേഷൻ കൊടുത്തിരുന്നത്, തീരുമാനിച്ചിരുന്നത് എന്നൊക്കെ പറയപ്പെടുന്നുണ്ട്. ഏതാ അല്ലാഹു അഅലം. ഏതായാലും ശരി, അതിനുശേഷം ഇക്കഴിഞ്ഞ റമദാനിക്കല്ല, അതിന്റെ മുമ്പുള്ള റമദാൻ 15ന്റെ അന്ന് EK വിഭാഗത്തിന്റെ ഒരു വലിയ പരിപാടി അവിടെ നടന്നു. രാവിലെ മുതൽ മഗ്‌രിബ് വരെയാണ് പരിപാടി. അതിൽ ദിക്ർ മജ്‌ലിസുണ്ട്, തൗബയുണ്ട്. അങ്ങനെ അസറിന്റെ ശേഷം തൗബ ചൊല്ലി ഇനി ഒരു അക്രമം ഞങ്ങൾ ഉണ്ടാക്കൂല, ഞങ്ങൾക്ക് പുറത്തേറണേ, ഒരു തെറ്റ് ഞങ്ങൾ ചെയ്യൂല, ഇതൊക്കെയാണല്ലോ തൗബ. ഈ തൗബ ചെയ്ത് മഗ്‌രിബോട് കൂടെ അവസാനിച്ച ആ ദിവസം, കഴിഞ്ഞ രണ്ടാമത്തെ റമദാൻ, കഴിഞ്ഞ റമദാനെ മേലത്തെ റമദാൻ 15ന്റെ അന്ന് മഗ്‌രിബോട് കൂടെ തൗബ ചൊല്ലി പിരിഞ്ഞതായ ഈ സമ്മേളനത്തിൽ ഒരുപാട് പെട്ടികൾ കൊണ്ടുവന്ന് ഇറക്കുന്നത് കണ്ടു. നമ്മൾ വിചാരിച്ചത് സുഖീനായിരിക്കും, നോമ്പറക്കാനുള്ള പരിപാടിയാണ്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും, ഫ്രൂട്ട് സാധനങ്ങളായിരിക്കും എന്നൊക്കെ. ഈ ഫൈബറിന്റെ കൊട്ടകൾ ഒരുപാട് കൊണ്ടുവന്ന് അവിടെ ഇറക്കി. കുറെ ആളുകളുണ്ട്, ആ നാട്ടുകാരല്ല, പരിസരത്തുള്ള ആളുകളൊക്കെ വേറെയുമുണ്ട്. അങ്ങനെ ഇശാനസ്കാരം കഴിഞ്ഞ് തറാവീഹും കഴിഞ്ഞ് പള്ളിയിൽ നിന്ന് തറാവീഹും വിത്രമൊക്കെ കഴിഞ്ഞ് ദുആവും കഴിഞ്ഞ് നമ്മുടെ പ്രവർത്തകന്മാർ, നമ്മുടെ നേതാക്കൾ, നമ്മുടെ ആളുകൾ, അനുഭാവികൾ നിസ്കാരമൊക്കെ കഴിഞ്ഞ് പോരുന്ന സമയത്ത് വെച്ച് നോമ്പ് തുറക്കാനും അത്താഴത്തിനും ുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കൊണ്ടിരിക്കുകയും അതുപോലെ കുറെ ആളുകൾ കണ്ണാടിയിൽ സംസാരിച്ചുകൊണ്ട് നിൽക്കുകയൊക്കെ ചെയ്യുന്ന സമയത്താണ് പെട്ടെന്ന് രണ്ട് ഭാഗത്തും ഓരോരുത്തരും പിടിച്ച് അമർത്തി കൊല്ലാൻ വേണ്ടി ശ്രമിക്കുന്നതും ഇന്നും അവരുടെ കർമ്മശേഷി തിരിച്ചു കിട്ടിയിട്ടില്ല എന്നതൊരു ദുഃഖ സത്യമാണ്. അതിൽ ഈ സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസകാര്യങ്ങൾ അംഗീകരിക്കുന്നതായ CPM-ന്റെ ആളുകൾക്കാണ് ഒരുപാട് ആളുകൾക്ക് പരിക്ക് പറ്റിയിട്ടുള്ളത്. ആ ഓഫീസ് അവരന്ന് തകർത്തിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് അതിന്റെ അവിടുത്തെ ലോക്കൽ സെക്രട്ടറിക്ക് അടക്കം അന്ന് മർദ്ദനം ഏൽക്കേണ്ടി വന്നിട്ടുണ്ട് എന്ന യാഥാർത്ഥ്യം ഇവിടെയുള്ള പൊതുജനങ്ങളെ ഞാൻ അറിയിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇത് റമദാൻ 15-നാണ്. ഇവിടെ റഹീം സാഹിബ് പറഞ്ഞു, കുണ്ടൂരിലെ കുഞ്ഞൂനെ കുത്തിക്കൊലപ്പെടുത്തി നിർദാക്ഷിണ്യം കൊലപ്പെടുത്തിയത് റമദാനിൽ ബദരീങ്ങളുടെ ആണ്ടിന്റെ അന്നായിരുന്നു എങ്കിൽ ഇതതിന്റെ 2 ദിവസം മുമ്പ് 15ന്റെ അന്നായിരുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഈ വിഭാഗത്തിന് അല്ലാഹുവിൽ വിശ്വാസമുണ്ടോ? വികാരത്തോടുകൂടെയല്ല പറയുന്നത്, വേദനയോടുകൂടെ ചോദിക്കുകയാണ്. വലിയ പണ്ഡിതന്മാരെന്ന് അവകാശപ്പെടുന്ന ആളുകളാണ് അവിടെ അതിന് നേതൃത്വം കൊടുക്കുന്നത് എന്ന യാഥാർത്ഥ്യവും കൂടെ വേദനയോടുകൂടെ ഈ സമയത്ത് ഞാൻ ഓർക്കുകയാണ്. അതിനുശേഷം അങ്ങനെ പോകുന്നു. വഖഫോട് തെരഞ്ഞെടുപ്പ് ദർശനു വേണ്ടി ഒരുപാട് സ്വത്തുക്കൾ നടത്താൻ കഴിവുള്ള പണ്ഡിതന്മാർ ഇവര് ഏകാധിപത്യം സ്ഥാപിച്ചത് മുതൽക്ക് അവിടെ വന്നിട്ടില്ല. ദർശനം നടത്താൻ കഴിവുള്ള ഒരു പണ്ഡിതൻ ആ പള്ളിയിൽ കാളിയായി വന്നിട്ടില്ല. ഈ അടുത്ത ഒരാളുണ്ടായിരുന്നു, അതിന് മുമ്പൊരാൾ, ഈ അടുത്ത ഒരാള്, പ്രശ്നത്തിൽപ്പെട്ട ഒരാള്, സുബ്ഹാനല്ലാഹ്, അദ്ദേഹത്തിന്റെ പ്രസംഗമൊക്കെ റഹീം സാഹിബ് സൂചിപ്പിച്ചു. എതിരാളികൾ എന്ന് പറഞ്ഞാൽ അവരുടെ തീവ്രവാദി ആളുകൾ വന്നിട്ട് എതിരാളികൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആലോചിക്കണം, ഒരു പണ്ഡിതൻ ഇങ്ങനെ ദുആ ചെയ്യോ? അതുകൊണ്ട് ഞങ്ങൾ പറയുന്നത്, അദ്ദേഹം പറഞ്ഞത് പറഞ്ഞു, ചെയ്തത് ചെയ്തു. അദ്ദേഹം ഇപ്പോൾ പള്ളിയിലില്ല, പള്ളിയിൽ ആരുമില്ല, പൂട്ടപ്പെട്ടു. ഇനി 2 കൂട്ടരും ഒരുമിച്ച്, ഞങ്ങളിവിടെ പറയേണ്ടിടത്ത് പറഞ്ഞതും അതാ, 2 കൂട്ടരും ഒരുമിച്ച് നീങ്ങാനുള്ള ഒരു കമ്മിറ്റി ഉണ്ടാക്കണം എന്നാണ് ഞങ്ങൾ പറഞ്ഞത്. ഓർമ്മപ്പെടുത്തുകയാണ്. ആ പറഞ്ഞതിന്റെ കൂട്ടത്തിൽ ഞങ്ങൾ ഓർമ്മപ്പെടുത്തുന്നത്, ഒരു വിവേകമുള്ള പണ്ഡിതന്, വിവേകമുള്ള ഒരു തമ്മീദ് ഒരാള്, അറബിയിൽ അങ്ങനെ പറയും, ഒരു വിവേകമുള്ള ഒരാള് പള്ളിയിൽ സ്വാമിയായിട്ട് കൊണ്ടുവരണം. ഏപ്പിക്കാരനായാലും ഈക്കക്കാരനായാലും വിവേകം വേണം. നിങ്ങൾ ആലോചിക്കുക, ഇങ്ങനെ പ്രാർത്ഥന ഒരു പണ്ഡിതൻ നടത്തുന്ന പ്രാർത്ഥനയാണോ ഇത്? സാമാന്യ ബുദ്ധിയുള്ള ആർക്കും മനസ്സിലാക്കാവുന്നതല്ലേ ഇത്?
എന്ന നിലയ്ക്ക് ആ കാശെടുത്ത് കൃത്യമായി എണ്ണി തിട്ടപ്പെടുത്ത് കീശയിൽ വെച്ചിട്ട് അവര് പോയി. അവരെ കുടിക്ക് ചെലവ് കൊടുക്കാനല്ല, ആ കാശ് വിഷയമായി അത് കൃത്യമായി എന്ന കണക്ക് അന്ന് തന്നെ പോലീസുകാരോട് നമ്മുടെ പ്രവർത്തകന്മാര് പറഞ്ഞു. മാത്രമല്ല ആ കാശ് കൃത്യമായി ഒരു പൈസയില്ലാതെ ഇവിടെ SI സാറിന്റെ കയ്യിൽ കൊണ്ടുവന്ന് ഏൽപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. നിങ്ങളൊക്കെ പിരിച്ചുകൊണ്ടുപോയ പൈസ, നിങ്ങൾ എടുത്തുകൊണ്ടുപോയ പൈസ ആരെ ഏൽപ്പിച്ചു, എവിടെയാണെന്ന് ന്യായമായി ചോദിക്കാൻ മഹല്ലിന്റെ ഒരാൾ എന്ന നിലയ്ക്ക് എനിക്ക് അവകാശമില്ലേ? അതുകൊണ്ട് ഞാൻ പറയുന്നു, കഴിഞ്ഞ വെള്ളിയാഴ്ച അങ്ങനെ ഒരു സംഭവം നടന്നു. അത് കട്ടുകൊണ്ടുപോയതല്ല, പിടിച്ചു പറിച്ചു കൊണ്ടുപോയതല്ല, മാന്യമായി എണ്ണി തിട്ടപ്പെടുത്തി. ഒരാളും ചോദിച്ചില്ല എങ്ങോട്ടാ ഇത് കൊണ്ടുപോകുന്നത്, ആർക്കാണിത് കൊടുക്കുന്നത്, ആരും ചോദിച്ചിട്ടില്ല. അവർ കൃത്യമായി എണ്ണി തിട്ടപ്പെടുത്തി കൊണ്ടുപോയി. ഈ പേര് പറഞ്ഞ് അങ്ങാടിയിൽ വെച്ച് നമ്മുടെ പ്രവർത്തകന്മാരെ ക്രൂരമായി വർദ്ധിച്ചു. കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ്. അതിനുശേഷം ഞങ്ങൾ ക്ഷമിച്ചു. അതിനുശേഷം കഴിഞ്ഞ തിങ്കളാഴ്ച പ്രവർത്തകന്മാര് പാണ്ടിക്കാട് വന്ന് തിരിച്ചു പോകുന്ന 2 കുട്ടികൾ, ആ കുട്ടികളെ അവിടെ വിജനമായ സ്ഥലമുണ്ട്, നരിയാട്ടുപാറ, പലർക്കും അറിയാവുന്നതായിരിക്കും. ആ സ്ഥലത്ത് വെച്ച് 14 ആളുകൾ വളഞ്ഞിട്ട് മർദ്ദിച്ചു. ആ കുട്ടികൾ വളരെ പരിക്ക് പറ്റിയവർക്ക് ചെറിയ 2 കുട്ടികളാണ്. 14 ആൾ അഭീകരമായി മർദ്ദിക്കുന്നത് നിങ്ങൾ ആലോചിക്കണം. അന്ന് രാത്രി തന്നെ മഗ്‌രിബിന് നമ്മുടെ ആളുകൾ പള്ളിയിൽ ചെന്നപ്പോൾ ആ പള്ളിയിൽ വെച്ച് പലപ്പോഴും മുൻപ് ചോദിച്ചിട്ടുണ്ട് നമ്മുടെ ആളുകൾ പള്ളിയിൽ ചെല്ലുമ്പോൾ ഏപ്പിക്കാർക്കെന്താ ഇവിടെ എന്ന്. അതേപോലെയുള്ള ശബ്ദങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് മഗ്‌രിബ് നിസ്കരിക്കാൻ കഴിഞ്ഞ തിങ്കളാഴ്ച നമ്മുടെ പ്രവർത്തകന്മാരെ ക്രൂരമായി മർദ്ദിച്ചു. നിങ്ങൾ ആലോചിക്കണം. അതിന് ഈ കാദിയുടെ പ്രാർത്ഥനയും അദ്ദേഹത്തിന്റെ പ്രസംഗവും ഇതൊക്കെ കാരണമായി തല്ലി അവിടെ അത് നടന്നത്. നിങ്ങൾ ആലോചിക്കുക സഹോദരന്മാരെ. അങ്ങനെ മർദ്ദിക്കുമ്പോൾ റഹീം സാഹിബ് നേരത്തെ പറഞ്ഞ വാക്ക് കടമെടുത്തുകൊണ്ട് ഞാൻ പറയട്ടെ, അളമുട്ടിയാൽ ചേരയും കടിക്കും. പക്ഷേ അവിടെ നിർവഹിക്കാറുള്ളത് വിനീതനായി ഞാൻ പറഞ്ഞു അബ്ദുമുസ്ലിയാരെ കുത്തബയോഗത്തെ. ഇനി അദ്ദേഹത്തിന് വല്ല അസൗകര്യം ഉണ്ടെങ്കിൽ അദ്ദേഹം ഇപ്പോഴും ഏൽപ്പിക്കാറുള്ളത് കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിന്റെ 2 അനുജന്മാരെയാണ്. ആ അനുജന്മാര് അല്ലെങ്കിൽ അനുജന്മാരുടെ മക്കളെയും പണ്ഡിതൻ. എന്നാൽ അങ്ങനെയാവട്ടെ, പ്രശ്നം ഉണ്ടാവരുതല്ലോ എന്ന് വിചാരിച്ച് എന്ന് പറഞ്ഞുകൊണ്ട് സംയമനം പാലിക്കുകയും അത് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തുകയും ചെയ്യേണ്ടതായ പണ്ഡിതൻ പറഞ്ഞത് അവരെ തീവ്രവാദി ഏൽപ്പിക്കാരാണ്, അവരെ ഞങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റൂല. നിങ്ങൾ ആലോചിക്കുക, നിങ്ങൾ മുടിക്കോട് വന്ന് അന്വേഷിക്കുക. ഇന്നും അവിടെ പതിറ്റാണ്ടുകളായി നിലകൊള്ളുന്ന ഇന്ന് സുബഹിക്ക് വരെ വാങ്ങിക്കൊടുത്ത അബ്ദുസ്ലാര് വിജയിപ്പിക്കണമല്ല, അസത്യത്തെ പരാജയപ്പെടുത്തണമല്ല. ഞങ്ങൾക്കെതിരെ